പൊട്ടി നാളെ ഒരു ജൂനിയർ പൊട്ടിയെ ഒക്കത്ത് വെച്ചോണ്ട് വരുമ്പോഴാവും എന്റെ മോള് തിരിച്ചറിയുന്നത് നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടിപ്പെണ്ണെന്ന്. മനസ്സിജൻ മതികലയെ ചതിക്കുകയാണോ എന്ന സംശയവുമായി ജലജ. ഇനി മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ ഭംഗിയായി ജീവിച്ചു തീർക്കാം എന്നാ നോക്കേണ്ടത്. മതി, അച്ഛനോടുള്ള ദേഷ്യത്തിൽ നീ തെരഞ്ഞെടുത്ത മതികലയെ മഹാദേവൻ ഉപദേശിക്കുന്നു. പിന്നെ പുതുതായിട്ട് വല്ല വീടെടുത്ത് ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് നീ തിരക്കണം. എന്നാ വിട്ടോ, നമ്മളിപ്പോ മനസ്സിജന്റെ തൊട്ടടുത്ത. മനസ്സിജന്റെ രഹസ്യ നീക്കങ്ങൾ പിന്തുടരാൻ മതികലയും സഞ്ജയനും തീരുമാനിക്കുന്നു. ഒരാളല്ല, നമ്മുടെ സീതമോളെപ്പോലെ ഒരു കൊച്ചിനെ അവൻ കണ്ടെന്ന്. എന്റെ ഈശ്വര, എവിടെ വെച്ച്? സീതയെപ്പോലെ ഒരാളെ കണ്ടെന്ന് പൂക്കോടി ബാലനോട് പറയുന്നു. കിടക്കുന്നത് കണ്ടെന്ന്, അതിൽ സീതമോളെപ്പോലെ ഒരാളെന്ന്. തുടർന്ന് കാണുക. വേണമെങ്കിൽ സീതയെ അയാൾ കണ്ടു എന്ന് പറയുന്ന സ്ഥലം വരെയും നമുക്ക് പോവാം. അവിടെ എവിടെയെങ്കിലും എന്റെ സീത ഉണ്ടെങ്കിലോ? ബാലേട്ട ഇങ്ങനെ സങ്കടപ്പെടാതെ നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെയൊക്കെ ചെയ്യാന്നേ. ഒന്നറിഞ്ഞാ മതി സിജ, അവൾ എവിടെയുണ്ടെന്ന്, എവിടാണെങ്കിലും സുഖമായി ഇരിക്കുന്നുണ്ടെന്ന്. ബാലേട്ടനിങ്ങനെ ആദ്യം കൊള്ളാതെ എല്ലാം ശരിയാവും. ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്തുള്ള ആദി, അതാ ബാലന്റെ സ്നേഹം, അതാ ബാലന്റെ നെഞ്ചിൽ തീയ. ഞാനിങ്ങനെ ഒരുക്കി തീരുവ സിജ. ബാലേട്ടനിങ്ങനെ പതറരുത്, സങ്കടപ്പെടരുത്. ബാലേട്ടന്റെ അതേ അവസ്ഥയിൽ നിൽക്കുന്നവനല്ലേ ഞാനും. ബാലേട്ട, കുട്ടിമണിയെ ഓർത്ത് എനിക്ക് നീറ്റലില്ലാഞ്ഞിട്ടാണോ? ദൈവം ഓരോ കുപ്പായം തുന്നി തന്ന് ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് നമ്മളെങ്ങ് പറഞ്ഞു വിട്ടേക്കുമല്ലേ. ചാടിക്കളിക്കടാന്ന് ദൈവം പറയുമ്പോൾ ചാടണം, ഓടറാന്ന് പറയുമ്പോൾ ഓടണം. എല്ലാം കഴിഞ്ഞ് തിരിച്ചെല്ലാം പറയുമ്പോൾ തിരിച്ചും ചെല്ലണം. സീതയുടെ അമ്മാവൻ പറഞ്ഞ കാര്യം പോലീസിൽ പറയണോ സിജ? വേണ്ട വേണ്ട ബാലേട്ട, പറയുന്നതല്ലേ സിജ നല്ലത്? അതല്ല ബാലേട്ട, നമ്മളോട് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ് ആ സിയെ. നമ്മൾ ചെന്ന് പറഞ്ഞ അയാൾ ചിലപ്പോ ആ പാവം പൂക്കുടി അമ്മാവിനെ കൂടി പിടിച്ചകത്തിടും. വാദിയെ പ്രതിയാക്കാൻ എടുക്കണ അയാള്. അപ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സിജ? ഇത്രയും വലിയ വിവരം കിട്ടിയിട്ട് നമുക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് രഹസ്യമായി അന്വേഷിക്കാൻ ബാലേട്ട. ആളും ബഹളവും വെച്ച് കാട്ടിളക്കി അന്വേഷിക്കാൻ തുടങ്ങിയ ചിലപ്പോൾ ഒരു തുമ്പം കിട്ടത്തില്ല. അപ്പോ നമുക്ക് രഹസ്യമായിട്ട് അന്വേഷിക്കാന്നേ. സിജൻ ഒരു ഡ്രൈവറല്ലേ, ഒരുപാട് വണ്ടിക്കാരുമായിട്ട് ബന്ധങ്ങളില്ലേ? സിജൻ വിചാരിച്ച ആ വണ്ടി ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. ഞാൻ ശ്രമിക്കാൻ ബാലേട്ട. എനിക്ക് ഈ കാര്യത്തിൽ സഹായത്തിന് സിജൻ മാത്രമേ ഉള്ളൂ. സിജനെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. എന്നെ സഹായിക്കില്ലേ? ഞാനുണ്ട് ബാലേട്ട, ബാലേട്ടന്റെ കൂടെ. ധൈര്യമായിട്ട് ഇരിക്കും ബാലേട്ട. അമ്മേ. എന്താ മോനെ? അത് അമ്മ മതിയുടെ വീട് വരെ ഒന്ന് പോണം. ഞാൻ എന്തിനാ മോനെ കലമോളുടെ വീട്ടിൽ പോകുന്നത്? അത് അമ്മ ചെന്ന് വിളിച്ചാ മതി ഇങ്ങോട്ട് വരും. അങ്ങനെ കലമോള് പറഞ്ഞോ? ആരും പറഞ്ഞൊന്നുമില്ല, അവരുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെ തോന്നി. അവിടെ ചെന്ന് കാല് പിടിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ അവരോട് ചെയ്തത്? അതൊന്നും എനിക്കറിയത്തില്ല. ഈ വീട്ടിൽ വന്ന് നമ്മളെ എന്തുമാത്രം അപമാനിച്ചതാ ആ കലമോളുടെ അമ്മ. ബാലനെയും ദ്രോഹിച്ചു. മരിച്ചുപോയി നിങ്ങളുടെ അച്ഛന്റെ ആത്മാവിനെ പോലും അവർ വെറുതെ വിട്ടില്ല. ഇനി ഞാനും അവരുടെ വീട്ടിൽ ചെന്ന് നാണം കിടന്നോ? ഒന്നും എനിക്കറിയണ്ട. മതിയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും. അമ്മ അവരുടെ വീട്ടിൽ പോണം, പോയേ പറ്റൂ. അത് മോനെ, എനിക്ക് ബാലനോടൊന്ന് ചോദിക്കണം. എന്തിന്? ബാലേട്ടനെ പോലെ തന്നെ ഞാനും അമ്മയുടെ മോനാ. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് ബാലേട്ടന്റെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും അല്ലല്ലോ എനിക്കറിയാമേ, അമ്മയ്ക്ക് ബാലേട്ടന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് മാത്രമേ ഉത്കണ്ഠയുള്ളൂ.
ബാലേട്ടന്റെ ഭാര്യ വീട് വിട്ടു പോയതുകൊണ്ട് എന്റെ ഭാര്യയും ഇവിടെ നിൽക്കാതിരിക്കുന്നതാ അമ്മയ്ക്കിപ്പോ ഏറ്റവും വലിയ സന്തോഷം. എന്തൊക്കെയാ മോനെ നീ പറയുന്നത്? കലമോൾ ഇവിടെ ഉള്ളതല്ലേ ഞങ്ങൾക്ക് സന്തോഷം. ഏട്ടന്റെ ഭാര്യ വീട് വിട്ടു പോയതും അനിയത്തെ കാണാനില്ലാത്തതൊക്കെയാ ഇപ്പം നാട്ടുകാരുടെ ചർച്ചാ വിഷയം. അതിന്റെ കൂടെ രവിയുടെ ഭാര്യ പിണങ്ങി സ്വന്തം വീട്ടിൽ പോയി നിൽക്കുക എന്നുകൂടി അറിഞ്ഞ എല്ലാം പൂർണ്ണമാവും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനും പരിഹസിക്കാനും ഉള്ള ഒന്നായി ഈ രവിയുടെ ജീവിതം മാറിയ പിന്നെ ഞാൻ ഒന്നും നോക്കില്ലമ്മേ, പറഞ്ഞേക്കാം. എനിക്ക് എന്റെ ജീവിതവും അഭിമാനവും വലുത്. അതൊന്നും ഇല്ലാത്തവനോടോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ശാരദ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? അത് നാത്തൂനെ, രവി എന്നോടൊരു കാര്യം പറഞ്ഞു. അല്ല, രവി എന്ത് പറഞ്ഞെന്നാ? എന്തായാലും പറഞ്ഞതവനല്ലേ, നല്ല കാര്യമൊന്നും അല്ലെന്ന് ഉറപ്പാ. അത് ഞാൻ മാണിക്യമംഗലത്ത് വരെ ഒന്ന് പോണോന്ന്. നീ മാണിക്യമംഗലത്ത് പോകാനോ? എന്തിന്? കലമോളെ വിളിച്ചോണ്ടുവരാൻ. അവർക്കെന്താ ഇങ്ങോട്ടുള്ള വഴി അറിയത്തില്ലേ? ഞാൻ ചെന്ന് വിളിച്ച കലമോള് വരൂന്നാ രവി പറയുന്നേ. എന്റെ ശാരദേ, നീ എങ്ങോട്ടും പോകണ്ട. നമ്മളാരും അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലോ, സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ. പോയതുപോലെ തിരിച്ചിഞ്ഞു വരും. ഞാൻ ചെന്ന് വിളിച്ച കലമോള് വരുമെങ്കിൽ ഞാൻ പോവാൻ നാത്തൂനെ. സീതമോള് പോയതോടെ ബാലന്റെ ജീവിതം ഇരുട്ടിലായി. ഇപ്പൊ കുട്ടിമണിയും കാണാനില്ല. ഇനിയുള്ളത് രവിയല്ലേ, അവനെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാൻ ഞാൻ ഒരുക്കുവാ നാത്തൂനെ. നീ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും അവിടേക്ക് പോകണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. ആ പെണ്ണും പിള്ളേർ ഇവിടെ വന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്, നമ്മളെ എന്തൊക്കെ പറഞ്ഞ് അപമാനിച്ച്. അതൊന്നും പോരാഞ്ഞിട്ടാണോ അവരുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്? നമ്മൾ അവരെ നോക്കണ്ട നാത്തൂനെ. രവിയുടെയും കലമോളുടെയും ജീവിതം അവര് നല്ലതുപോലെ ജീവിക്കട്ടെ. അതിന് നമുക്ക് കുറച്ചൊക്കെ സഹിക്കാം. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് ശാരദേ, അതെപ്പോഴും ഓർത്തോണം. അല്ല, നീ മാണിക്യമംഗലത്ത് പോകുന്ന കാര്യം ബാലനോട് പറയണ്ടേ ശാരദേ? ഞാനും അത് ആലോചിച്ചതാ നാത്തൂനെ, പിന്നെ വേണ്ടെന്ന് വെച്ചു. അതെന്താ? ബാലനറിഞ്ഞ പോകാൻ സമ്മതിക്കത്തില്ല. അമ്മ ആരുടെയും മുമ്പിൽ കൈകൂപ്പുന്നത് അവന് സഹിക്കില്ല. അപ്പോ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോണം നാത്തൂനെ, പറ്റിയ ഇന്ന് തന്നെ പോണം. ഇന്നോ? ഹാ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ. കലമോൾ ഇങ്ങ് വരട്ടെ നാത്തൂനെ. ഞാൻ രവിയോട് പോകാൻ ഒരുങ്ങാൻ പറയാം. ഇനി എന്തൊക്കെ ഇവിടെ നടക്കും? എന്റെ പരുത്തിക്കാവിലമ്മേ കാത്തോണേ. അമ്മേ, ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ദാ വരുന്നു മോനെ. ആ, ഞാനിപ്പോ വരാം മോനെ. അമ്മ ഇതെങ്ങോട്ടേ ധൃതിയില്? അത് മോനെ, ഞാൻ അച്ഛനോട്. ഒരച്ഛനും അസ്ഥിത്തറയും. ഈ അസ്ഥിത്തറയാ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മരിച്ചാലും മനുഷ്യന് സ്വസ്ഥത തരില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? മോനെ, നീ ഇങ്ങനൊന്നും പറയില്ലേടാ. നിങ്ങളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ നിങ്ങളുടെ അച്ഛൻ? പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. എപ്പോഴും ഈ കഷ്ടപ്പാടിന്റെ കണക്കല്ലേ അമ്മയ്ക്ക് പറയാനുള്ളൂ. എല്ലാവരും മക്കളെ വളർത്തുന്നത് കഷ്ടപ്പെട്ട് തന്നെയാ. പക്ഷെ മരിച്ചു കഴിഞ്ഞും മക്കൾക്ക് സ്വസ്ഥത തരാത്തത് എന്റെ അച്ഛൻ മാത്രമാണ്. എന്തൊക്കെയാടാ മോനെ നീ പറയുന്നത്? എന്ത് തെറ്റാ മനുഷ്യൻ നിങ്ങളോടൊക്കെ ചെയ്തത്? അമ്മ കരഞ്ഞ് ബഹളമൊന്നും വെക്കണ്ട. മതിയുടെ വീട്ടിൽ പോകാനുള്ളത് എന്താന്ന് വെച്ചാ പോയി പറഞ്ഞിട്ട് വാ.
അച്ചൂട്ട, ഞാൻ കലമോളുടെ വീട് വരെ ഒന്ന് പോവുക. രവി പറഞ്ഞതെന്ന് ഓർത്ത് അച്ചൂട്ടൻ വിഷമിക്കണ്ട. അവൻ നമ്മുടെ മോനല്ലേ, അവന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. അവനോട് പിണക്കൊന്നും തോന്നരുതേ അച്ചൂട്ട. അമ്മേ, സമയം പോകുന്നു. രവി വിളിക്കുന്നു അച്ചോട്ട, ഞാൻ പോയിട്ട് വരാം. ഒരു കുഴപ്പമുണ്ടാക്കാതെ നോക്കിക്കൊള്ളണേ. കേറ്. മോനെ, ഇത് തുറക്കാൻ പറ്റുന്നില്ല മോനെ. ഓ, എന്തൊരു കഷ്ടം ഇത്. കേറ്. ശ്ശോ. ഇങ്ങനെ 2 പ്രാവശ്യം ഡോർ തുറക്കും അടയ്ക്കും ചെയ്താലേ ഇത് പൊളിഞ്ഞു പോവല്ലോ. മോനെ, ഈ കാറിനകത്ത് എപ്പോഴും ഇങ്ങനെ തണുപ്പാണോ? ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അമ്മ കാറിൽ കയറുന്നതേ വല്ലപ്പോഴുവാ. അതുകൊണ്ടാ ഒന്നും അറിയാത്തത്. അമ്മേ, ഈ കാറിൽ AC ഉണ്ട്. അത് ഓൺ ചെയ്യുമ്പോഴാ തണുപ്പ് വരുന്നത്. നീ അതങ്ങ് നിർത്ത്. അമ്മയ്ക്ക് തണുപ്പടിച്ചിട്ട് വയ്യ. അയ്യോ, അത് പറ്റത്തില്ല. AC നിർത്തിയ അപ്പ തന്നെ വിയർക്കാൻ തുടങ്ങും. അമ്മ എന്തീ കാണിക്കുന്നേ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും. നേരിയത് പുറകോട്ടിട്. ഈ തണുപ്പടിച്ച അമ്മ ചത്തു പോകത്തൊന്നുമില്ല. AC ഓഫ് ചെയ്ത് ഗ്ലാസ് താഴ്ത്തിയിട്. പോകാം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് കൊച്ചമ്മയുടെ ഒരു തലയെടുപ്പിനെ കുറിച്ച്. വരച്ച വരയിലല്ലേ ഇവിടുത്തെ സാറിനെയും ആ മരുമോൻ ചെറുക്കനെയും ഒക്കെ നിർത്തിയിരിക്കുന്നത്. കുടുംബപരമായി ഞങ്ങൾക്ക് കിട്ടിയതാടി ഈ തലയെടുപ്പും ആജ്ഞാശക്തിയും ഒക്കെ. പണ്ട് നാട് ഭരിച്ചിരുന്ന രാജാവിന്റെ പ്രധാന സൈന്യാധിപനായിരുന്നു എന്റെ മുതുമുത്തശ്ശൻ. ഭയങ്കരം തന്നെ. അദ്ദേഹത്തിന്റെ തലയെടുപ്പും ധൈര്യവും ഒക്കെ എനിക്കാ കിട്ടിയിരിക്കുന്നെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. കുറച്ചൊക്കെ ഇവിടുത്തെ മോക്കും കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് ഈറ്റപ്പുലിയല്ലേ ഈറ്റപ്പുലി. എന്റെ മോൾക്ക് പിന്നെ രക്തഗുണം കിട്ടാതിരിക്കുവോ? മോക്ക് ഇഷ്ടക്കേടാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് വിടാതിരിക്കും തന്നെയാ നല്ലത്. ഇവിടെ ഈ രാജകൊട്ടാരത്തിൽ കിടക്കുന്ന കൊച്ചിന് അവിടെ പോയി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൊച്ചമ്മ ഒരു കാരണവശാലും ഈ കല്യാണം നടത്തരുതായിരുന്നു. അതാ എന്റെ അഭിപ്രായം. ആ, നടന്നതും നടന്നു. ഞാൻ എന്റെ മോളുടെ ഒരു ഇഷ്ടത്തിനും ഇതുവരെ എതിരെ നിന്നിട്ടില്ല. അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവന് നല്ല വില കൊടുത്ത് മേടിച്ചു കൊടുത്തു. ഇഷ്ടത്തിന് 2 വശമുണ്ടല്ലോ. ചിക്കൻ ഇഷ്ടമെന്ന് പറയുന്നത് കോഴിയെ വളർത്തുന്ന കാര്യത്തിലല്ലോ, ഒന്ന് തിന്നുന്ന കാര്യത്തിലല്ലേ. നീ വല്ലതും പറഞ്ഞായിരുന്നോ? ഏയ്, ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ കറി മതിയോന്ന്. മോൾക്ക് മീൻ എന്തെങ്കിലും വേണം. അവളോട് ചോദിച്ചിട്ട് വേണം നീ എന്തും ചെയ്യാൻ. അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് ചെയ്താലേ അവൾ അതെടുത്ത് തലയിൽ ഒഴിക്കും. ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കറിയേണ്ടത്. ദേ, എന്നോട് ചോദിക്കാതെയുള്ള രവിയേട്ടന്റെ എടുത്തിയാട്ടോ എനിക്ക് പിടിക്കാത്തത്. ഓ, മതി മതി, ഇനി ക്ലാരിഫൈ ചെയ്തൊന്നും വിഷമിക്കണ്ട. എന്തായാലും ഇറങ്ങിയില്ലേ, ഇനി തിരിച്ചു കയറണ്ട. ആ വേണ്ടെന്ന് പറഞ്ഞില്ലേ, വന്നോ? എന്താ മോളെ പ്രശ്നം? അവൻ എന്തു കുഴപ്പമാ ഉണ്ടാക്കിയത്? ഇതിൽ കൂടുതൽ എന്ത്? എന്നോട് ആലോചിക്കുക പോലും ചെയ്യാതെ ഓരോന്നും. ദേഷ്യം വന്നിട്ട് എനിക്ക് വയ്യ. നീ കാര്യം പറ മോളെ. എന്താന്ന് ഞാനും കൂടി അറിയട്ടെ. അയാൾ അയാളുടെ അമ്മയും കൂട്ടി ഇങ്ങോട്ട് വരുന്നത്. ആരെ? ശാരദാമ്മയും കൊണ്ടോ? അയാൾക്ക് ഒരമ്മയല്ലേ ഉള്ളൂ. അതെന്തിനാ ശാരദാമ്മയെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? എന്നെ വീട്ടിലേക്ക് വിളിക്കാനാവും. ഇനി അവരുടെ ഒപ്പാരിയും പയ്യാനും പറച്ചിലും ഒക്കെ കാണുമല്ലോ. എന്നാലും നമ്മളോട് ആലോചിക്കാതെ അവൻ എന്തിനത് ചെയ്തു? രവിയേട്ടൻ എന്റെ വായിലിരിക്കുന്നത് കേൾക്കാത്തതിന്റെ സൂക്കേടാ. അവരെപ്പോ വരുമെന്നാ പറഞ്ഞേ? ദേ എത്തി. 2 മിനിറ്റ് എന്നാ പറഞ്ഞത്. നീ പോയി അകത്തിരുന്നോ, ഞാനൊരു കളി കാണിച്ചു തരാം.
അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അത് നീ കണ്ടോ? വിളിക്കാതെ വലിഞ്ഞു കയറി വരുന്ന അതിഥിയെ എങ്ങനെ സൽക്കരിക്കണമെന്ന് ജലജകുമാരിക്കറിയാം. ചൂലെടുത്ത് നീ മുറ്റത്തേക്ക് പോ ശീലാവതി. ഒരു കാര്യമുണ്ട്. ഓ, എന്താ അമ്മ ഇവരെ കൂടെ ഉൾപ്പെടുത്തി എന്താ പദ്ധതി? നീ കണ്ടോ? ഇറങ്ങമ്മേ. ഒരു വണ്ടിയുടെ ഡോറ് തുറക്കാൻ അറിയാൻ മേലെ എന്തൊരു നാണക്കെടാൻ നോക്കി. ഞാൻ വല്ലപ്പോഴും അല്ലേ മോനെ വണ്ടി കേറുന്നേ. അച്ഛൻ വീട്ടിൽ കാറ് വാങ്ങിക്കാത്തത് എന്റെ കുറ്റം കൊണ്ടൊന്നുമല്ലോ. ഇനി ഇവിടെ പമ്മി നിൽക്കാതെ വാ. ആ, ഡീ, അവിടെ നിന്നോളണം നീ. എങ്ങോട്ടായി കയറി വരുന്നത്? കൊച്ചമ്മേ, ഞാൻ മുറ്റം തൂക്കുമല്ലേ, എന്നിട്ട് അകത്തേക്ക്. എന്റെ മുറ്റം തൂക്കാൻ പോലും യോഗ്യതയില്ലാത്ത നിന്നെ അകത്തേക്ക് കയറ്റി ഇരുത്തണോ? അമ്മ കലക്കി. ഇരുത്തണോന്ന്? വേണ്ട കൊച്ചമ്മ, ഞാൻ ഈ മുറ്റത്ത് തന്നെ നിന്നോളാം. ആ, മുറ്റത്ത് തന്നെ നിന്നാ മതി. മുറ്റത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. പിന്നിവിടെ വന്നു കയറി പോയതുകൊണ്ട് ഞാനങ്ങ് സമ്മതിക്കുക. നിന്റെ ഒരു മൂത്ത മോനുണ്ടായിരുന്നല്ലോ, ഒരു കള്ളുകുടിയൻ. അവൻ എന്തിയടി? ഓ, ഒന്നും പറയണ്ട കൊച്ചമ്മ. 10 പൈസയുടെ വകയില്ലാത്തവനാ. കിട്ടുന്നതിന് കള്ളും മോന്തി നടക്കുക. ഭാഗ്യമുള്ള മക്കളെ പ്രസവിക്കാൻ യോഗം വേണോടി. നിന്റെ ഒരു മോൻ കള്ളുകുടിയൻ, മറ്റവൻ ഒരു നിർഗുണ പരബ്രഹ്മം. അമ്മേ, ആ, അയ്യോ, ആരിത്? ശാരദാമ്മയോ? എപ്പോ വന്നു? കുറച്ചു നേരായി. അയ്യോ, ആണോ? അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ ശാരദാമ്മേ. ഞാൻ ഇവളോട് സംസാരിക്കായിരുന്നു. മനസ്സിലായി. പിന്നെ എന്തൊക്കെയുണ്ട് ശാരദാമ്മ വിശേഷം? ഓടിപ്പോയ മോളും മരുമോളും ഒക്കെ തിരിച്ചു വന്നോ? അതോ വയലോരം വീട്ടിൽ നിന്ന് പുതിയതായിട്ട് ആരെങ്കിലും ഒളിച്ചോടി പോയോ? അവിടെ നിന്ന് ഇപ്പൊ ആരൊളിച്ചോടി പോവാനല്ലേ? ഇനി ആ തള്ളയല്ലേ ഉള്ളൂ. അവർക്കാണെങ്കിൽ ഓടിയാൽ കാലുളുക്കുന്ന പ്രായവും. പിന്നെ പറ ശാരദാമ്മേ, എന്താ വന്നത്? പെട്ടെന്ന് പറയണേ. ഞാനേ ക്ലബിൽ പോവാൻ ഇറങ്ങുമായിരുന്നു. ഞാൻ കലമോളെ വന്ന് കാണാൻ. ഇപ്പൊ അവളെ കണ്ടിട്ടെന്തിനാ? വീട്ടിലേക്ക് 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 വിളിക്കാൻ. ആഹാ, അവിടെ എന്താ വിശേഷം വലുതുണ്ടോ? സുഭദ്രാമ്മയുടെ സപ്തതിയാണോ? അതോ ബാലന്റെ 2ാം കെട്ടോ? എനിക്കെന്റെ മോളെ ഒന്ന് കണ്ടാ മതി. അയ്യോ, അവൾ ഉറക്കാണല്ലോ ശാരദാമ്മേ. ഉറക്കത്തിന്ന് വിളിച്ച അവള് ദേഷ്യപ്പെടും. ഞാനിപ്പോ മതിയെ ഫോണിൽ വിളിച്ചിരുന്നല്ലോ അമ്മേ. ആ, രവിയുടെ ഫോൺ വന്നതിന് തൊട്ടു പുറകെ അവൾക്ക് ഉറക്കം വന്നു. ഞാനിവിടെ നിൽക്കാം, എത്ര നേരം വേണേലും നിൽക്കാം. ഒന്ന് കണ്ടിട്ട്. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല ശാരദാമ്മേ. അവൾ ഇപ്പോഴൊന്നും ഉണരത്തില്ല. ഇത്തിരി നേരം നിൽക്കാം അല്ലേ മോനെ? നിനക്കെന്താടി കാര്യം പറഞ്ഞ മനസ്സിലാവത്തില്ലേ? പിന്നെ വായം പൊളിച്ച് നിൽക്കാണോ? പോയി നിന്റെ ജോലി നോക്കടി. പോകാം മോനെ. അല്ല, ആരിത്? എപ്പോ വന്നു? എന്താ അകത്തേക്ക് കയറാത്തത്? ഞാൻ കലമോളെ ഒന്ന് കാണാൻ വന്നതാ. മോൾ ഉറക്കമാണെന്ന് കലമോളുടെ അമ്മ പറഞ്ഞു. അതാ പോകാമെന്ന് വെച്ചത്. ഉറക്കമല്ലേ? ബോധക്ഷയൊന്നുമല്ലല്ലോ. വിളിച്ചാ ഉണരത്തില്ലയോ? നീ എന്താ രവിയുടെ അമ്മയെ അകത്തേക്ക് വിളിക്കാത്തത്? കാര്യം എവിടെ നിന്നാലും സംസാരിക്കാലോ.
ഇവിടെ ആവുമ്പോ നല്ല കാറ്റും വെളിച്ചം ഒക്കെ ഉണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. മര്യാദകേട് കാണിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ജലജെ. നീ വയലോരം വീട്ടിൽ ചെല്ലുമ്പോ ഈ രവിയുടെ അമ്മ നിന്നെ എങ്ങനെയാ സ്വീകരിച്ചിട്ടുള്ളത്? നിന്നെ മുറ്റത്ത് നിർത്തി കാറ്റും വെളിച്ചവും കൊള്ളിച്ചിട്ടാണോ സംസാരിച്ചിട്ടുള്ളത്? അതുകൊള്ളാം. വഴിയെ പോയവരുടെ കാര്യത്തിന് പഴി എനിക്ക്. എന്നാ പിന്നെ രവിക്ക് അമ്മയെ പിടിച്ച് അകത്തേക്ക് കയറ്റി ഇരുത്താൻ മേലായിരുന്നോ? ഓ, അതെങ്ങനെ? മന്ദരപർവ്വം പോലെ നീ ഇങ്ങനെ നിൽക്കുമ്പോ രവിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവോ? അയ്യോ, എന്റെ പേര് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. കലമോളുടെ അമ്മ എന്നോട് കയറി ഇരുന്നിട്ട് പോവാന്ന് പറഞ്ഞതാ. ഞാനാ തിരക്കുണ്ടെന്ന് പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. അതാണല്ലോ ഞാൻ ഇത്രയും പറഞ്ഞത്. എന്റെ ഭാര്യയെ എനിക്കല്ലേ ഏറ്റവും നന്നായി അറിയാവൂ. എന്റെ ഭാര്യയുടെ മര്യാദകെട്ട പെരുമാറ്റത്തിന് ഞാൻ ക്ഷമ ചോദിക്കുക. രവിയുടെ അമ്മ കയറി വാ. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. ഓ, വഴക്കും കൊണ്ട് നടക്കുക വയലോരം വീട്ടുകാര്. ഈ യക്ഷിപ്പകർച്ച എന്നൊക്കെ പറയുന്ന പോലെ. രവി ഇങ്ങോട്ട് അമ്മ എഴുന്നള്ളിച്ചത് എന്റെ ഭർത്താവിനെ കൊണ്ട് എന്നെ മോശക്കാരിന്ന് പറയിപ്പിക്കാനാണ്. അയ്യോ, കലമോളുടെ അമ്മ അങ്ങനൊന്നും ചിന്തിക്കല്ലേ. ഞാൻ കലമോളെ ഒന്ന് കാണാൻ വേണ്ടി. ഓ, കലമോള് ഒടുക്ക അങ്കവും കണ്ട് താളി ഉടച്ചല്ലോ. വാ, അകത്തൊന്നിരിക്കെ. എന്നിട്ട് ഉച്ചയൂണും കഴിഞ്ഞ് 4 മണിക്കത്തെ കാപ്പിയും കുടിച്ച് പറ്റിയാൽ അത്താഴം പൊതിഞ്ഞ് പാഴ്സലായി കൊണ്ടുപോവാം. നീ ഒന്നും മിണ്ടാതിരിക്കും. നാട്ടുകാർക്ക് വേണ്ടി വാദിക്കുമ്പോ നിങ്ങൾക്ക് 1000 നാക്കാണല്ലോ. രവിയുടെ അമ്മ കയറി വാ. ഞങ്ങളുടെ സംസാരം ഒന്നും കാര്യാക്കണ്ട. ഇതൊക്കെ ഇവിടെ എന്നും ഉള്ളതാ. രവിക്കതറിയാം. ആ, ശാരദാമ്മ വാ. ഇനി ഞാനായിട്ട് നിങ്ങളെ മുറ്റത്ത് നിർത്തി എന്നുള്ള പേരുദോഷം എനിക്ക് വേണ്ട. അത് ജലജയ്ക്ക് ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല. ഒന്നും മനസ്സിൽ വെക്കരുത്. അയ്യോ, ഒരിക്കലും ഇല്ല. എനിക്കങ്ങനെ വിഷമമൊന്നും ഉണ്ടായിട്ടല്ല. എങ്കിലും വരൂ. രവിയുടെ അമ്മ കയറാതെ പോയാ അതെനിക്കൊരു വിഷമാണ്. ഞാൻ അടുത്ത ദിവസം വന്നാ പോരെ? ഇന്നിനിപ്പോ കലമോളുടെ അമ്മ എന്ത് കരുതും? അമ്മേ, എന്റെ അമ്മ വന്നല്ലോ. എനിക്ക് സന്തോഷായമ്മേ. എവിടെ പോയതമ്മേ നമ്മുടെ സീതയുടെയും കുട്ടിമണിയൊക്കെ? സത്യത്തിൽ സങ്കടം കൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. എനിക്കൊന്നും അറിയത്തില്ല എന്റെ പൊന്നുമോളെ. അമ്മ പുറത്തു വയ്ക്കാതെ അകത്തേക്ക് വന്നേ. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട. എന്റെ പൊന്നുമോളെ ഞാൻ കണ്ടല്ലോ. അമ്മയ്ക്ക് അത് മാത്രം മതി. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. അമ്മ അകത്തേക്ക് വന്നേ പറ്റൂ. ഈ രവിയേട്ടൻ എന്തൊരു മനുഷ്യനാ. അമ്മ മുറ്റത്ത് നിർത്തിയേക്കുന്ന കണ്ടില്ലേ? രവിയേട്ടൻ ഫോൺ ചെയ്തപ്പോ ഞാൻ കിടക്കുവായിരുന്നമ്മേ. ആ കിടപ്പിൽ അങ്ങ് മയങ്ങിപ്പോയി. ഇപ്പോഴാ ഞെട്ടി ഉണർന്നത്. അപ്പോഴേ മുറ്റത്തേക്ക് ഓടി വന്നു. അമ്മ വന്നതേ ഉള്ളോ? വന്നതേ ഉള്ളൂ. എന്താ വാ വാ അമ്മേ. രവിയേട്ടാ വാ, വന്നേ. ആ അമ്മേ, ദാ ജ്യൂസ് കുടിക്ക്. എന്റെ അമ്മ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സങ്കടം കൊണ്ടാ അല്ലേ? സീതയുടെ ഒരു വിവരം ഇല്ലേ അമ്മേ? ഇല്ല മോളെ. എന്നാലും പൂച്ചയെ പോലെ പമ്മി ഇരുന്നിട്ട് പാവം ബാലേട്ടന്റെ നെഞ്ചും കുത്തിക്കേറി പോയില്ലേ? ഇപ്പോഴും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. സീതയുടെ ചതിക്കൂന്ന് അല്ലേ? ഏറ്റവും കൂടുതൽ പാവം കളിച്ചിരിക്കുന്നവരെ അമ്മേ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ സീതയുടെ സൂക്ഷിക്കണമെന്ന്. സീതയുടെ നേരത്തെ ഒരു കല്യാണം കഴിച്ചിരുന്ന കാര്യം അന്ന് തന്നെ അമ്മ ബാലേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരത്തില്ലായിരുന്നു. അന്നേരം അമ്മ മരുമകളെ രക്ഷിക്കാൻ പോയി. ഒടുക്ക എന്തായി? മരുമോളുടെ പാട്ടിനും പോയി. അമ്മ മകന്റെ മുമ്പിൽ കള്ളിയുമായി. പാവം ബാലേട്ടൻ ഇപ്പതാ കള്ളുകുടിയനുമായി. എനിക്കറിയത്തില്ല മോളെ, ദൈവം എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നതെന്ന്. ആർക്കും
ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാവരെയും സ്നേഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഇതാ അമ്മയുടെ കുഴപ്പം. പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കണം എന്നൊരു ചൊല്ലമ്മ കേട്ടിട്ടില്ലേ? ഇനി തിരിച്ചു വന്നാലും സീതയെടത്തിയെ വീട്ടിൽ കയറ്റരുതെന്നാ എന്റെ അഭിപ്രായം. അതൊക്കെ ബാലൻ തീരുമാനിക്കട്ടെ. മക്കളുടെ ജീവിതത്തിൽ അമ്മ ആവശ്യമില്ലാതെ കയറി ഇടപെടുന്നു വേണ്ട. ആ കുട്ടിമണിയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. അവളുടെ കളിയും ചിരിയും ഒന്നുമില്ലാത്ത വയലോരം വീട്. കഷ്ടം തന്നെ. ദൈവത്തിന്റെ മുന്നില് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ മോളെ എനിക്ക് തിരിച്ചു തരണ്ടേ എന്ന്. ഞാനിപ്പോ വന്നത് എന്റെ പൊന്നുമോള് വയലോരം വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയാനാ. ഏറ്റവും അടുത്ത ദിവസം തന്നെ അച്ഛന്റെ ആത്മാവും മോളെ ഒന്നും ചെയ്യില്ല. ഇനി എന്തെങ്കിലും പൂജ ചെയ്യണമെങ്കിൽ അതും ആവാം. മോള് വരണം. ഇതമ്മയുടെ അപേക്ഷയാ. അയ്യോ, അമ്മ എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ വരാം. ഇത്രയും ദിവസമായിട്ടും അമ്മ എന്നെ ഒന്ന് തിരക്കി വന്നില്ലല്ലോ എന്നൊരു പരിഭവം എനിക്കുണ്ടായിരുന്നു. അതെന്തായാലും ഇപ്പം മാറി. ഞാൻ വരും, ഉറപ്പായിട്ടും വരും. മതി, എനിക്കത് കേട്ടാ മതി. അമ്മയ്ക്ക് സന്തോഷായി. ആ ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് പോവാ. രവിയുടെ ഊണ് കഴിച്ചിട്ടേ പോകാവൂ. അയ്യോ, ഊണ് കഴിക്കാൻ നിൽക്കുന്നില്ല. പെട്ടെന്ന് പോണം. അവിടെ നാത്തും തനിച്ചല്ലേ ഉള്ളൂ. എന്തു പറഞ്ഞു മരുമോള്? അടുത്ത ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞു. നല്ല കാര്യം. ഇവ കുറച്ച് നല്ല ബുദ്ധി കൂടെ പറഞ്ഞു കൊടുക്കണം. അവള് നല്ല കുട്ടിയല്ലേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഓ, വെയിലും മൂക്കുന്നതിന് മുമ്പ് അമ്മ അങ്ങ് പോയേക്കുക. അടുത്ത ദിവസം തന്നെ വരണേ. മോക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി അമ്മ കാത്തിരിക്കും. വരാം അമ്മേ. അയ്യോ, അമ്മ ജ്യൂസ് കുടിച്ചില്ലല്ലോ. അമ്മയ്ക്ക് മതി മോളെ. മോള് വരാമെന്ന് പറഞ്ഞു. മോൻ ചെന്ന് യാത്ര പറഞ്ഞിട്ട് വാ. അമ്മയെ വീട്ടിലേക്കൊന്ന് ആക്കണേ. താങ്ക്സ് മതി. താങ്ക്സ് എ ലോട്ട്. മിടുക്ക്. ഒടുവിൽ അമ്മയെ കൊണ്ടുവന്ന് കരയിച്ച് കാണിച്ചു അല്ലേ? മതി വീട്ടിലേക്ക് വരാൻ വേണ്ടിയല്ലേ. മതി കാശ് മുടക്കിയ വീടല്ലേ അത്. അവിടെ മതിയുടെ ഇഷ്ടത്തിനപ്പുറം ഒന്നും നടക്കത്തില്ല ഇനി ഒന്നും. രവിയേട്ടന്റെ അതിബുദ്ധിയൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. നിങ്ങളുടെ അമ്മ വന്ന് കാലു പിടിച്ചാ ഞാനങ്ങ് അലിഞ്ഞു പോവൂ. മതി പ്ലീസ്, വഴക്കിടല്ലേ. എന്റെ സ്നേഹം കൊണ്ടല്ലേ. മതി ഇല്ലാതെ വീട്ടിൽ എനിക്കിനി പറ്റത്തില്ല. അവിടെ മതിയുടെ ഇഷ്ടങ്ങൾ മാത്രമേ നടക്കൂ. നടക്കാവൂ. അല്ലെങ്കിലേ ഞാൻ എന്റെ പാട് നോക്കിയങ്ങ് പോവും. അത്രേ ഉള്ളൂ. സമ്മതിച്ചു. ഞാൻ ദേ മതിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം. ആ വേണ്ട വേണ്ട, എന്റെ തലയെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട രവിയേട്ടാ. ഞാൻ വരാം. പക്ഷെ വയലൂർ വീട്ടിലെ എല്ലാവരും മതികലയുടെ കാലിലെ പെരുവിരലിന് താഴെയായിരിക്കും. അവിടെ അസ്ഥിത്തറ വേണോ ആമാടപ്പെട്ടി വേണോന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അച്ഛന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. എന്റെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാ ലക്ഷ്യം. നിങ്ങളുടെ ചേട്ടൻ കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ വരാനൊന്നും പറ്റത്തില്ല. അതെനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ എങ്ങാനും ബാലേട്ടൻ വന്നാ ആ സെക്കൻഡിൽ ഇറക്കി വിടും, കണ്ടോണം. അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. ഇപ്പോ വീട്ടില് സഹായത്തിന് ആളില്ലാത്തതിന്റെ പേരിൽ അടുക്കളപ്പണിക്കാണ് എന്നെ കണ്ണീര് കാണിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ
നിങ്ങക്ക് തെറ്റി. എന്റെ കൈ കൊണ്ട് ഒരു കട്ടൻ കാപ്പി പോലും നിങ്ങൾ കുടിക്കത്തില്ല. വേണ്ട മതി, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തോളാം. നല്ല കാര്യം. പിന്നെ എന്റെ ഡ്രസ്സൊക്കെ ആര് വാഷ് ചെയ്തു തരും? എനിക്കെങ്ങും വയ്യ ആ പാതാളം പോലത്തെ കിണറ്റിന്ന് വെള്ളം കോരാനും അലക്കല്ലിന്റെ പുറത്ത് കയറി കൈകൊട്ടി കളിക്കാനും ഒന്നും. ഡ്രസ്സൊക്കെ അമ്മയോട് അലക്കി തരാൻ പറയാൻ മതി, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഓക്കെ, എനിക്ക് വേണ്ട ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചു തരണം. തരാം. പിന്നെ എന്നോട് ശബ്ദമുയർത്തി സംസാരിക്കാനോ എന്നെ കമാൻഡ് ചെയ്യാനോ ഒന്നും വരരുത്. ഇല്ല. എന്നാ രവിയേട്ട ചെല്ല്, ഞാൻ അടുത്ത ദിവസം വന്നേക്കാം. ഞാൻ വരാം, മതി കൂട്ടിക്കൊണ്ടു പോവാൻ. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ വേറെ സജഷൻസ് ഒന്നും വേണ്ട. രവിയേട്ട ചെല്ല്. അല്ല മതി. ഗോ മാൻ. അയ്യോ, ഇവിടെ വന്ന് നിൽക്കാണോ? അങ്ങകത്ത് വന്നിരിക്കെ, കാല് തളർന്നു പോവും. വേണ്ട, രവി ഇപ്പൊ വരും. ജ്യൂസ് ഒരു ഗ്ലാസ് കൂടെ എടുക്കട്ടെ? വേണ്ട. മരുമോൾക്ക് കൈവശവും കൊണ്ട് വന്നതല്ലേ. എന്നിട്ട് എന്തു പറഞ്ഞു എന്റെ കൊച്ച്? കലമോള് വരാമെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ശാരദാമ്മ തുള്ളിച്ചാടി പോവൊന്നും വേണ്ട. ഞാനും എന്റെ കൊച്ചും കൂടി ഒന്നാലോചിക്കട്ടെ. അയ്യോ, കലമോളോട് വരാൻ തന്നെ പറയണേ. ആ, ആലോചിക്കട്ടെ. രാവിലെ ശാരദാമ്മയുടെ വരവ് കണ്ടപ്പോ ഞാൻ കരുതി തരാനുള്ള കാശ് കൊണ്ട് വരികയെന്ന്. കാശ് ഞാൻ തരാം. എന്ന്? ഏത് കാലത്ത്? മനുഷ്യർക്ക് ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം വേണം ശാരദാമ്മേ. കടം മേടിച്ച് ജീവിക്കുന്നവർക്കും എരന്ന് തിന്നുന്നവർക്കും അതുണ്ടാവത്തില്ല. നനഞ്ഞിടം കുഴിക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോഴേ കുഴൽക്കിണർ കുത്തുവല്ലേ. സ്വർണം വിറ്റിട്ട് കാശ് തരാനായിരുന്നു. അതുകൊണ്ട് ബാലം പോയപ്പോഴാ സ്വർണം കളവ് പോയത്. പിന്നെ സ്വർണം കളവ് പോയത്രേ. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും വിശ്വസിക്കാത്ത നുണകൾ പറയില്ല ശാരദാമ്മേ. ബാലന് വേറെ വല്ല രഹസ്യ ബന്ധവും കാണും. കള്ളു കുടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തു കാണും. ആ ബന്ധത്തിന്റെ പേരും പറഞ്ഞോണ്ടാവും പെണ്ണും പിള്ള അവനെ ഇട്ടിട്ട് പോയത്. അയ്യോ അല്ല, നിങ്ങൾക്ക് എന്നാ പറഞ്ഞാലും അയ്യോ പത്തോ അവതാ പറഞ്ഞങ്ങ് ശീലിച്ചു പോയി, അത്ര തന്നെ. പോട്ടേമ്മേ, ഞാനെല്ലാം മതിയോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടിട്ട് പോയാ പോരെ മോനെ. ചിക്കൻ കറിയുണ്ട്, പിന്നെ നെമ്മീനും ഉണ്ട്. അമ്മയെ കൊണ്ടുവിട്ടിട്ട് ഞാൻ വേഗം വരാം. അല്ല രവി, നീ പത്രം ഒന്നും വായിക്കാറില്ലേ? എന്താ അമ്മേ? അല്ല, പെട്രോളിന്റെയും ഡീസലിന്റെ ഒക്കെ വില ഓരോ ദിവസവും റോക്കറ്റ് പോലെയാ പായുന്നത്. അതിനിടയില് കാറിന്റെ ഉപയോഗമൊക്കെ ഒന്ന് മിതപ്പെടുത്തുന്നതാ നല്ലത്. അനാവശ്യ കാര്യങ്ങൾക്ക് എന്തിനാ വണ്ടി എടുത്ത് ഓടിക്കുന്നത്? ആ, വണ്ടിയും വള്ളവും ഒക്കെ ചുമ്മാ കിട്ടിയാ എന്തോ ആവാലോ അല്ലേ. കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി. മോനെ, അമ്മയെ ബസ് സ്റ്റാൻഡ് വരെ വിട്ടാ മതി. അവിടുന്ന് ബസ്സിന് പൊയ്ക്കോളാം. ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ നടക്കാനുള്ള വഴി അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. അയ്യോ, ശാരദാമ്മ നടന്നു പോവാനോ? അയ്യോ, പുന്നാരമ്മയെ വണ്ടി കൊണ്ടാക്കടാ മോനെ. ചെല്ല് ചെല്ല് ശാരദാമ്മേ, ചെന്നാട്ടെ. പൊന്നു രവിയേട്ടാ, എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലല്ലേ. അധികമായാലേ അമൃതും വിഷമാ. ആ, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. രവിയേട്ടൻ ഈ ഫോൺ വെച്ചിട്ട് അവിടെ ജോലിയിൽ ശ്രദ്ധിക്ക്. മോശം, വിശേഷം അറിഞ്ഞേ പറ്റുള്ളൂ. മതിയുണ്ടോ, മതി ഉറങ്ങിയോ, മതിക്കെന്താ ക്ഷീണം.
ഇങ്ങേരുടെ കൂടെ എങ്ങാനും ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വന്ന. എന്താ? ഒന്നുമില്ല. നിനക്കാ ഓറഞ്ച് ജ്യൂസ്? വേണ്ട. പിന്നെ? ഷെടാ, ഇത് വലിയ ശല്യമായല്ലോ. അമ്മ ഒരു കാര്യം ചെയ്, എന്റെ ഭർത്താവിനെ പിടിച്ച് ജ്യൂസ് അടിച്ചോണ്ട് പോവാ. ഞാനൊരു ഒറ്റ വലിക്ക് കുടിച്ചു കാണിച്ചു തരാം. ഓ, രവി വിളിച്ചായിരുന്നു അല്ലേ? ആ. എന്താ വിശേഷം? എന്ത് വിശേഷം? അങ്ങേർക്ക് ശൃംഗരിക്ക്. ഭർത്താവ് ഭാര്യയോട് ശൃംഗരിക്കുന്നതിൽ എന്താ? ഭർത്താവും ഭാര്യയും. ദേ അമ്മേ, എന്റെ വായിലിരിക്കുന്നതൊന്നും കേക്കല്ലേ. നിന്റെ ഭാവം കണ്ടാ തോന്നുമല്ലോ ഞാൻ അവനെ കൊണ്ട് നിന്നെ കെട്ടിച്ചതെന്ന്. വഴിയിൽ കിടന്ന കോഴിത്തൂവലെടുത്ത് മയിൽപ്പീലിയാണെന്നും പറഞ്ഞ് തലയിൽ കുത്തിയത് നീയല്ലേ? അനുഭവിക്കാം. അല്ല പിന്നെ. സഞ്ജു, ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ സഞ്ജു? ഓ, ഇന്ന് നേരത്തെ ബാറിൽ നീ ഹാജര് വെച്ചോ? എടാ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? നീ അത് അന്വേഷിച്ചായിരുന്നോ? എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞാനത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഓ, ഇതൊരുമാതിരി സർക്കാരിന്റെ അന്വേഷണ കമ്മീഷൻ പോലെ ആയല്ലോ. എടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്, പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. എന്റെ ഈശ്വര, വീണ്ടും രവിയേട്ടനാണോ എന്തോ എന്റെ സ്വസ്ഥത പരീക്ഷിക്കാനായിട്ട്. ഇതാരാ? ഹലോ, ഹൂസ് ദിസ്? അയ്യോ അക്കച്ചി, ഇംഗ്ലീഷ്. അക്കച്ചി, ഇത് ഞാനാ, കുപ്പിവള അണ്ണാച്ചി. നീയോ? നീ കാര്യം പറയ്. അക്കച്ചിക്ക് ഒരുപാട് സന്തോഷം പകരുന്ന ഒരു വാർത്ത പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പൊ വിളിച്ചത്. എന്താ, നീ ചാവാൻ പോവാണോ? ചാകാൻ പോകുന്നു അല്ല, അങ്ങനെയൊന്നും പറയല്ലേ അക്കച്ചി. മറ്റൊരാൾ ചാകാൻ പോകുന്നു, അതും അക്കച്ചിക്ക് വേണ്ടി. വളച്ചു കേട്ടാതെ കാര്യം പറയടാ. അക്കച്ചിയുടെ ഏറ്റവും വലിയ ശത്രുവായ കുട്ടിമണി എവിടുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എവിടെയാ? എന്റെ അക്കച്ചി, അക്കച്ചി ചാടി വീടല്ലേ. പെണ്ണെ തമിഴ്നാട്ടിലുണ്ട്, തിരുവിട കോവിലിന്റെ അടുത്ത്. സത്യമാണോ നീ പറയുന്നത്? സത്യമാന്ന്. അന്ന് രാത്രിയിൽ ആ കൊച്ചു ഓടിപ്പോയില്ലേ, നേരെ ചെന്ന് കേറിയത് ഏതോ ഒരു തീർത്ഥാടകരുടെ വണ്ടിക്കകത്ത്. പിന്നെ ഭജനയും പാട്ടും ഒക്കെ ആയിട്ട് പെണ്ണ് അവരുടെ കറങ്ങായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് തൊടാൻ പറ്റാഞ്ഞത്. ഇപ്പൊ ഭജനക്കാര് ഭജനയെല്ലാം കഴിഞ്ഞ് അവരുടെ പാട്ടിന് പോയി. ഇനി പെണ്ണിനെ നമ്മുടെ കൈ കിട്ടണം. പുറകെ ഉണ്ട് നമ്മുടെ ആളുകള്. ഇനി ഒരു കാരണവശാലും പാളി പോരുത്. ഇല്ല അക്കച്ചി, അക്കച്ചി പറഞ്ഞാ മതി. കൊല്ലണോ, തിന്നണോ, അതോ കച്ചവടം ചെയ്യണോ? നീ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ പെണ്ണിനി ഇങ്ങോട്ട് തിരിച്ചു വരരുത് ഒരിക്കലും. ഇല്ല അക്കച്ചി, ഒരിക്കലും അവള് വരികേല. നീയേ കരണ്ടാട്ടോ, നിന്നെ ഞാൻ ഇപ്പൊ തിന്നാവേ. കരണ്ടാട്ടോ, കരണ്ടേ.
അണ്ണാ അന്ത പൊണ്ണ് അവളുതാ. എവിടെയാ പോണ്ടേ ഇനി? ഇവളെ അങ്ങനെ മോൾ എന്റെ മുന്നിൽ തന്നെ വന്നു. എടാ എന്നാ നോക്കി ഫോളോ ചെയ്. അക്കച്ചി വീട് ഞാനാ. ഹലോ മതില കാക്കച്ചി, ഇത് ഞാനാ അണ്ണാച്ചി. കുപ്പിവള അണ്ണാച്ചി. അതെ, ആ പെണ്ണിപ്പൊ ഞങ്ങളുടെ തൊട്ടു മുമ്പിലുണ്ട്. എന്റെ ശിഷ്യന്മാരെ അവളെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. എന്റെ പൊന്നക്കച്ചി ചുമ്മാ അങ്ങനെ കിടന്ന് പറയല്ലേ. അതിനാളൊഴിഞ്ഞൊരു കോണ് കിട്ടണ്ടേ. അല്ല അക്കച്ചിയുടെ അമ്മ അവിടെ എങ്ങാനും ഉണ്ടോ? അല്ല കാര്യങ്ങളൊക്കെ ഞാൻ വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ടെന്നേ ഒന്ന് നേരിട്ടൊന്ന് പറയണം, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞോളാം, നീ ഫോൺ വെച്ചിട്ട് പോയി ജോലി ചെയ്യണം. കട്ടായോ? പറയുന്നവർക്ക് അങ്ങ് പറഞ്ഞാ മതി. ഒന്ന് ചെയ്തു നോക്കണം, അന്നേരം അറിയാം എന്റെ പാടെന്നാന്ന്. അല്ല ഒന്ന് ചെയ്തു നോക്കട്ടെ. ഇവന്മാരി ഇന്ന് അവള് പോയോ? കടവുളെ ഇടാ എന്നെ നോക്കി നിക്ക. അവൾ എങ്ങോട്ടാ പോയത്? ഇത്ര നേരം നമ്മ മുന്നാടി ഉണ്ടായിരുന്നു. ഇത്ര നേരം ഉണ്ടായിരുന്നു. നാശം, എവിടെ പോയി അവള്? വാങ്ങടാ. ചേട്ടാ എനിച്ചേ ദാഹിച്ചുന്നു. എന്നത്? എനിച്ചേ ദാഹിച്ചുന്നു. ഇച്ചിരി വെള്ളം തരാവോ? തണ്ണി വേണമാ? തണ്ണിയല്ല, വെള്ളം. വെള്ളം അത് തന്നെ ഞാൻ சொன்னேன். ലൂസു പൊണ്ണ. കുട്ടു കുട്ടിമണി, അണ്ണാച്ചി മാമനെ മറന്നോ? ഇനി എന്നെ പിടിച്ചാ വന്നാലേ ഞാൻ പറഞ്ഞു കൊടുക്കും. ആരോട് പറയും? ഞാന് ദൈവത്തോടും മനുഷ്യനോടും പറഞ്ഞു കൊടുക്കും. അതിന് ദൈവം ഇവിടെ ഇല്ലല്ലോ. ഉണ്ടല്ലോ, ദൈവം സ്വർഗത്തിലുണ്ട്. സ്വർഗം വരെ പോകാനായിട്ട് ഒരു കാര്യം ചെയ്, നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ അടുത്ത് പോയാലോ? അണ്ണാച്ചി മാമനും കൂട്ടുവരാം. വരാന്ന് പറഞ്ഞിട്ട് കുട്ടിമണി വരാതിരിക്കരുതേ. വരാതിരുന്നാലോ അണ്ണാച്ചിയുടെ പരാതി തീരൂല. ഒരു തവണ ചാടി പോയതുപോലെ എപ്പോഴും ചാടിപ്പോവാൻ മോളെന്താ വരാലിമീന? അഥവാ ചാടി പോകാനായിട്ട് ഈ മാമൻ സമ്മതിക്കുവോ? അയ്യോ എടാന്നോ, അയ്യോ ദോഷം കിട്ടും മാമൻ. ഈ തലയില്ലാത്ത മീനിനെ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? മാണിക്യമംഗലത്തു നിന്നും അപമാനിതനായി രവി ഇറങ്ങും. ഈ രഹസ്യം നിനക്കറിയാമായിരുന്നെങ്കിലും ഇല്ലെങ്കിലും നീ ഇപ്പോൾ കളിക്കുന്നത് നിന്റെ മകളുടെ ഭാവി വെച്ച. അവളെ ഈ വീട്ടിൽ പിടിച്ചു നിർത്തി രവിയെ ചവിട്ടിയരച്ച് നീ രസിക്കുമ്പോ ചതഞ്ഞരഞ്ഞില്ലാതാവാൻ പോകുന്നത് നിന്റെ മകളുടെ ഭാവിയാണ്. രവിയെ കൂടെ നിർത്തണമെന്ന് മതികലയെ ജലജ ഉപദേശിക്കുന്നു. കെട്ടഴിച്ചുവിട്ട കൊടുങ്കാറ്റ് പോലെയാണ് ഈ മതികല. പൊട്ടി നാളെ ഒരു ജൂനിയർ പൊട്ടിയെ ഒക്കത്ത് വെച്ചോണ്ട് വരുമ്പോഴാവും എന്റെ മോള് തിരിച്ചറിയുന്നത് നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടിപ്പെണ്ണെന്ന്. മതി മതി, ഇതിനെ കരയുന്നത്. രവീട്ടൻ എന്നോട് പിണങ്ങി ഇറങ്ങി പോയില്ലേ? വീട്ടിലുണ്ടാക്കി വെച്ച ഭക്ഷണം പോലും കഴിക്കാതെ. രവിയെ അനുനയിപ്പിക്കാൻ സ്നേഹം അഭിനയിക്കുന്ന മതികല. ആ അഭിനയത്തിൽ വീണ രവി
ബാലനോട് കാശ് ചോദിക്കും. കാശുണ്ടാക്കാൻ നോക്ക് ബാലേട്ടാ. എടാ, ഉപദേശിക്കുവാണെന്ന് കരുതരുത്. ബാലേട്ടൻ കാര്യം പറഞ്ഞു, എന്തിനാ ഈ വളച്ചു കിട്ടുന്നേ? മോനെ, നിന്റെ ഈ പോക്കിലൊക്കെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. മനസ്സിജന്റെ രഹസ്യ നീക്കങ്ങളെക്കുറിച്ച് സഞ്ജയൻ മതികലയോട് പറയുന്നു. കഴിഞ്ഞ ദിവസം അവൻ ടെക്സ്റ്റൈൽസിന് ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 3000 രൂപയുടെ തുണിത്തരങ്ങൾ, പിന്നെ ടെലിഫോൺ കാർഡുകളും. കാണാതായ കുട്ടിമണിയും സീതയും തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ ശാരദ കാത്തിരിക്കുന്നു. എന്റെ കുട്ടിമണിയെ കൊണ്ട് സീതമോള് വരും. മനസ്സിജന്റെ രഹസ്യ നീക്കങ്ങൾ മതികല പിന്തുടരുന്നു. പിന്നെ സൂക്ഷിക്കണം, അത്ര വലിയൊരു റിസ്ക്കാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ എന്നും മതിയോട് 100% വിശ്വാസം പുലർത്തി തന്നെയാണ് നിൽക്കുന്നത്. വിശ്വാസം വായിലും വാക്കിലും മാത്രം പോരെ മനസ്സിലാ, പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും കൂടെ തോന്നിക്കണം. മനസ്സിജൻ വാങ്ങിക്കൊടുത്ത ആഹാരവുമായി സുഹൃത്ത് ഒരു പഴയ ഹോസ്പിറ്റൽ കെട്ടിടത്തിൽ എത്തുന്നു. അവിടെ അബോധാവസ്ഥയിൽ സീത കിടക്കുന്നു. അച്ഛനോടുള്ള ദേഷ്യത്തിൽ നീ തെരഞ്ഞെടുത്ത മതികലയെ മഹാദേവൻ ഉപദേശിക്കുന്നു. പിന്നെ പുതുതായിട്ട് വല്ല വീടെടുത്ത് ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് നീ തിരക്കണം. എന്നാ വിട്ടോ, നമ്മളിപ്പോ മനസ്സിജന്റെ തൊട്ടടുത്ത. മനസ്സിജന്റെ രഹസ്യ നീക്കങ്ങൾ പിന്തുടരാൻ മതികലയും സഞ്ജയനും തീരുമാനിക്കുന്നു. നമ്മുടെ സീതമോളെപ്പോലെ ഒരു കൊച്ചിനെ അവൾ കണ്ടെന്ന്. എന്റെ ഈശ്വര, എവിടെ വെച്ച്? സീതയെ പോലെ ഒരാളെ കണ്ടെന്ന് പൂക്കോടി ബാലനോട് പറയുന്നു. കേടായി കിടക്കുന്നത് കണ്ടെന്ന്, അതിൽ സീതമോളെപ്പോലെ ഒരാളെന്ന്. നമ്മുടെ കുട്ടിമണി തിരിച്ചു വരുന്നു. പക്ഷേ ആ തിരിച്ചുവരവ് കുട്ടിമണിയെ കാത്തിരിക്കുന്ന കുറെ ശത്രുക്കളുടെ കൈകളിലേക്കാണ്. മൂന്ന് മണി.